ആരാണ് മാഡം എൻ? പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തിയ യൂട്യൂബർമാരെ നിയന്ത്രിച്ചിരുന്ന പാകിസ്ഥാനിലെ ആ മാഡം എൻ ആരാണ്? ഈ മാഡം നിയന്ത്രിക്കുന്ന സ്ലീപ്പർ സെല്ലുകൾ ഇനിയുമുണ്ടോ? എന്താണ് ഈ സ്ത്രീക്ക് പാകിസ്ഥാനിലെ ISAയുമായി ബന്ധം? അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ഈ പാകിസ്ഥാൻ സുന്ദരിയെക്കുറിച്ച് പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് ഏജൻസികൾ. ഇന്ത്യൻ യൂട്യൂബർമാരുമായി ബന്ധപ്പെട്ട ചാരവൃത്തി കേസുകളിൽ ഒരു പാകിസ്ഥാൻ ബിസിനസ്സുകാരിയാണ് ഇപ്പോൾ ചർച്ചകളിൽ. മാഡം എൻ. ഇന്ത്യയിൽ ഇവർക്കൊരു ചാരശൃംഖല ഉണ്ടായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നവരെ വലവീശി പിടിച്ച് എല്ലാ സൗകര്യങ്ങളും നൽകി കെണിയിലാക്കുന്ന പാക് ചാരവനിത മാഡം എൻ അഥവാ നൌഷബ ഷഹസാദ് മസൂദ്, പാകിസ്ഥാൻ ബിസിനസ്സുകാരി. ട്രാവൽ ഏജൻസി നടത്തിപ്പുകാരിയായ നൌഷബ ഷഹസാദ് മസൂദിന് ചാര ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസുമായി എന്താണ് ബന്ധം? പാകിസ്ഥാനിലെ ജയാന ട്രാവൽ ആൻഡ് ടൂറിസത്തിന്റെ ഉടമ, ഭർത്താവ് വിരമിച്ച സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ. ISAയിൽ ഇവരുടെ കോഡ് നെയിം മാഡം എൻ. സാമൂഹിക സ്വാധീനമുള്ളവരെയും യൂട്യൂബർമാരെയും ഉപയോഗിച്ച് ഇന്ത്യയിൽ സ്ലീപ്പർ സെൽ നെറ്റ്വർക്ക് വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നതിൽ ഇവർക്കുള്ള പങ്കെന്ത്? ചാരവൃത്തിക്ക് ഇന്ത്യയിൽ അറസ്റ്റിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് മസൂദിന്റെ പേര് പുറത്തുവന്നത്. ജ്യോതി മൽഹോത്രയെയും മറ്റ് ഇന്ത്യക്കാരെയും പാകിസ്ഥാൻ സന്ദർശിക്കാൻ സഹായിച്ചത് ഇവരാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപും യൂട്യൂബർമാർ നിരവധി തവണ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തു. ഇന്ത്യയിൽ 500 ചാരന്മാരുടെ ഒരു ശൃംഖല കെട്ടിപ്പടുക്കാൻ മാഡം എൻ ശ്രമിച്ചിരുന്നു. അതെങ്ങനെ വേണമെന്ന് പാക് സൈന്യവും ISAയും മാഡം എന്നിന് നിർദ്ദേശം നൽകിയിരുന്നു. ഹിന്ദുക്കളെയും സിഖുകാരെയുമാണ് മാഡം എൻ ലക്ഷ്യമിട്ടത്. അറസ്റ്റിലായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പാക് സൈന്യത്തിനും ISAയ്ക്കും പരിചയപ്പെടുത്തിയത് ഇവരാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നൌഷബ ഷഹസാദ് മസൂദ് അടിമുടി ദുരൂഹമാണ് മാഡം എൻ. 6 മാസത്തിനിടെ ഇവരുടെ ട്രാവൽ ഏജൻസിയിലൂടെ പാകിസ്ഥാൻ സന്ദർശിച്ചത് 3000 ഇന്ത്യക്കാർ, 1500 പ്രവാസി ഇന്ത്യക്കാർ. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലും മാഡം എന്നിന് ഉണ്ടായിരുന്നത് വലിയ സ്വാധീനം. ബന്ധങ്ങൾ ഉപയോഗിച്ച് വിസകൾക്ക് റെക്കോർഡ് വേഗത്തിൽ അംഗീകാരം. ഫസ്റ്റ് സെക്രട്ടറി സുഹൈൽ ഖമർ, കൗൺസിലർ ഉമർ ഷെരിയാർ, ISA പ്രവർത്തകൻ ഡാനിഷ് എന്ന ഹെസാൻ ഉർ റഹ്മാൻ എന്നിവരുമായി മാഡം എന്നിന് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇവാക്വേറ്റ് ട്രസ്റ്റ് പ്രോപ്പർട്ടി ബോർഡുമായി സഹകരിച്ച് പാകിസ്ഥാനിലേക്ക് സിഖ് ഹിന്ദു തീർത്ഥാടനങ്ങൾ സംഘടിപ്പിച്ചത് മസൂദിന്റെ ഏജൻസി മാത്രമായിരുന്നു. പാകിസ്ഥാൻ പിന്തുണയുള്ള ചാരശൃംഖലയുമായി ബന്ധപ്പെട്ട് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ മാസം അറസ്റ്റിലായത് 11 പേർ. ഹരിയാനയിൽ നിന്നുള്ള ട്രാവൽ ബ്ലോഗർ ജ്യോതി റാണി മൽഹോത്രയും പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്കായി ചാരപ്പണി നടത്തിയതായും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഒരു ഉദ്യോഗസ്ഥനുമായി നിർണായക വിവരങ്ങൾ പങ്കിട്ടതായും സംശയങ്ങളുണ്ട്. ചുരുളഴിയേണ്ട നിരവധി ചോദ്യങ്ങളുണ്ട്. എന്താണ് ഇവർ ലക്ഷ്യമിട്ടത്? പഹൽഗാം ഭീകരാക്രമണവുമായി പാകിസ്ഥാനിലെ ഈ മാഡം എന്നിന് ബന്ധമുണ്ടോ?